നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്ന ശേഷം ദിലീപിനെ അനുകൂലിച്ചാണ് സംവിധായകനും ബിഗ് ബോസ് വിജയുമായ അഖിൽ മാരാർ സംസാരിച്ചത്. അതിനോടൊപ്പം നടൻ പൃഥ്വിരാജിന്റെ ചില പ്രവൃത്തിയെയും അഖിൽ മാരാർ വിമർശിച്ച് രംഗത്ത് വന്നു. എന്തുകൊണ്ട് പൃഥ്വിരാജിനെ വിമർശിച്ച് സംസാരിച്ചു എന്ന് വ്യക്തിപരമായി തന്നെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് അഖിൽ മാരാർ ഇപ്പോൾ രംഗത്ത്. ദിലീപ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു നടക്കില്ലെന്നും ചെയ്തു കാണിക്കുന്നു എന്നാണ് അഖിൽ മാരാർ വ്യക്തമാക്കിയത്. പ്രവൃത്തിയും അതേപോലെ തന്നെ പൃഥ്വിരാജിന്റെ നിലപാടും വ്യത്യാസമാണെന്നും അഖിൽ മാരാർ പറയുന്നു. ദിലീപേട്ടന്റെ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കവേ നടൻ പൃഥ്വിരാജിനെതിരെ താൻ പറഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ചിലത് അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുന്നത് കണ്ടു. ദിലീപിനെതിരെ ഉണ്ടാകുന്ന ഗുരുതര ആരോപണങ്ങളിൽ ഒന്നായിരുന്നു അദ്ദേഹം പലരുടെയും കരിയർ നശിപ്പിച്ചിട്ടുള്ളതാണ് എന്നത്. സംവിധായകൻ ആലപ്പി അഷ്റഫിന്റെയും റഫീഖിന്റെയും എന്തോ ഒരു തിരക്കഥയാണ് ദിലീപ് തകർക്കാൻ ശ്രമിച്ചുവെന്നും കലാഭവൻ ഷാജോണിനെ കുഞ്ഞുകൂനൻ സിനിമകളെ വില്ലൻ വേഷത്തിൽ നിന്ന് ഒഴിവാക്കി യുവതാരങ്ങൾക്ക് അവസരം നൽകാതെ വെട്ടിയെ തൂക്കി ഇല്ലാതെയാക്കി എന്നിവയാണ് അവയിൽ ചിലത്. ഇതേക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് പൃഥ്വിരാജിനെ കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ടി വന്നത്. ഇവിടെ ആർക്കും ആരെയും പേടിച്ച് ജീവിക്കേണ്ട കാര്യമില്ലല്ലോ. നടൻ എന്ന രീതിയിലോ സംവിധായകൻ എന്ന രീതിയിലോ അല്ല പൃഥ്വിരാജിനെതിരെ സംസാരിച്ചത്. അദ്ദേഹം സ്വീകരിച്ച ചില നിലപാടുകൾക്കെതിരെയാണ്, താൻ പ്രവൃത്തികൾക്കെതിരെയുമാണ് അടിസ്ഥാനത്തിൽ മാത്രമാണ് താൻ സംസാരിച്ചത് എന്ന് വ്യക്തത വരുത്തുകയാണ്. അമ്മയിലെ അവശേഷിയായ താരങ്ങൾക്ക് പെൻഷൻ കൊടുക്കണമെന്ന ഉദ്ദേശത്തോടെ വലിയൊരു സിനിമ നിർമ്മിക്കാൻ ദിലീപ് തയ്യാറാകുമ്പോഴാണ് 2020 സിനിമ ജയിച്ചത്. ഈ സിനിമ പരാജയപ്പെട്ടാൽ തന്റെയും തകർച്ച ആരംഭിക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ടും അദ്ദേഹം അത് ചെയ്തു. കാരണം സമൂഹത്തിൽ ചിലർക്കെങ്കിലും ഗുണമുണ്ടാകുമെന്ന് തോന്നൽ കൊണ്ട് തന്നെയാണ്. വിനീത് ശ്രീനിവാസൻ തന്റെ ആദ്യത്തെ സിനിമയെ മലർവാടി ആർട്സ് ക്ലബ്ബ് സ്വന്തം സുഹൃത്തുക്കളെ വെച്ച് എടുക്കാൻ തീരുമാനിച്ചപ്പോൾ അത് നിർമ്മിച്ചതും ദിലീപ് തന്നെയായിരുന്നു. ദിലീപ് നിർമ്മിച്ച സിനിമയായതുകൊണ്ട് തന്നെയാണ് ഞാനൊക്കെ ആ സിനിമ കാണാൻ പോയത്. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം കേസും സാഹചര്യങ്ങളും എല്ലാം നിലനിൽക്കുമ്പോഴും തട്ടാംശ്ശേരി കൂട്ടം സിനിമയിൽ ദിലീപ് നിർമ്മിച്ചു. ആ സിനിമയും പുതിയ പിള്ളേരായിരുന്നു ഏറെയും. താൻ മലയാള സിനിമയിലെ അങ്ങും ഇങ്ങും ചെയ്ത എല്ലാം തന്നെ ദിലീപാണ് ഓരോന്നും ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് പല പ്രാവശ്യം അഭിമുഖങ്ങളിലും മറ്റും പറഞ്ഞേറെ നിലപാടുകളും പ്രവൃത്തിയും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് താൻ ചൂണ്ടിക്കാണിച്ചത്. ഒരു കാലത്ത് മോഹൻലാലിനെയും മമ്മൂട്ടിയും അവരുടെ പ്രായത്തിനെയും പരിഹസിച്ചുകൊണ്ട് പൃഥ്വിരാജ് സംസാരിച്ചിട്ടുണ്ട്. ബ്രോഡാഡിയിൽ മോഹൻലാലിന്റെ മകനായി അഭിനയിച്ചത് പൃഥ്വിരാജും തന്നെയാണ്. 20-25 പ്രായമുള്ള ആളാണ് യഥാർത്ഥത്തിൽ ആ കഥാപാത്രം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ യുക്തിഭദ്രമായേനെ. മോഹൻലാലും മമ്മൂട്ടിയും പ്രായത്തിൽ കുറഞ്ഞ കഥാപാത്രങ്ങൾ ചെയ്ത് അവസരങ്ങൾ നഷ്ടപ്പെടുന്നുവെന്ന് പറഞ്ഞിട്ടും ഇതേ പൃഥ്വിരാജ് തന്നെയാണ്. അന്യഭാഷാ സിനിമയിലേക്ക് കേരളത്തിൽ പ്രാധാന്യം കൊടുക്കുന്നതിനെ പരിഹസിച്ചും പൃഥ്വിരാജ് സംസാരിച്ചിട്ടുമുണ്ട്. അതിനാൽ പിന്നീട് സ്വന്തമായി പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചപ്പോൾ അന്യഭാഷാ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു ചെയ്യുന്നതും കണ്ടു. ഇപ്പോൾ പൃഥ്വിരാജ് ചെയ്യുന്നത് തനിക്കായി അവസരങ്ങൾ തേടി മുംബൈയിലേക്ക് പോയി അവിടെയുള്ള സിനിമകളും ചെയ്യുന്നു. അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രങ്ങൾ കണ്ടാൽ കോമാളിത്തരം എന്ന് തോന്നിപ്പിക്കുന്ന കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്. എല്ലാ സിനിമയിലും ഒരേ ഭാവം, കൃത്രിമത്വം നിറഞ്ഞ അഭിനയമാണ് പൃഥ്വിരാജിൻ്റെത്. ഇന്ത്യൻ റുപ്പി വരെ അദ്ദേഹം സംവിധായകന്റെ നടനായിരുന്നു. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകളെല്ലാം അദ്ദേഹം തന്നെ സംവിധാനം ചെയ്യുന്നതുമാണ് കാണാനും സാധിക്കുന്നത്. ലൂസിഫർ വിജയമായതുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജിനെ എന്തോ വലിയൊരു സംവിധായകനായി എല്ലാവരും എടുത്തു ഉയർത്തി വെച്ചിരിക്കുന്നത് എന്നുമാണ് അഖിൽ മാരാർ പറഞ്ഞത്. എന്തായാലും ഈ വിഷയങ്ങളെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോയിൽ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.